നമസ്കാരം സാറേ. ഒരു പെൺകുട്ടിയെ തേടി വന്നതാ. എന്താ സാറേ ഇത്? യൂണിഫോമിലുള്ളപ്പോൾ ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ കാണിച്ചതാണല്ലോ, അതൊന്നും വേണ്ടാതെ ഇപ്പം. അറിയുന്ന പെണ്ണ. പറയൂ സാർ. ആ കുട്ടിയെ ഈ സ്റ്റേഷനിൽ നിന്ന് കാണാതായത്. നിനക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഈ പണി ചെയ്യുന്ന? വൈ എന്ന് വെച്ചാ വൈ ദിസ് കൊലവറി ഡീൽ വളരെ മോശമായ ഒരാൾ. പൊക്കുന്നതൊക്കെ അവനാ. ഒരു നല്ല പോലീസുകാരനറിയാം എങ്ങോട്ട് പോകണം, ആരോട് ചോദിക്കണമെന്ന്. സോറി, ഒരു നല്ല എക്സ് പോലീസുകാരനറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. വൈ ദിസ് കൊലവറി ഡീൽ? ചത്തു അവൻ. അന്വേഷിച്ചോണ്ടിരിക്കുക. അവൻ തന്നെ ആയിരിക്കും. എവിടെ കിട്ടും അവനെ? അവന് നിന്നെയാണോ വേണ്ടത് അതോ എന്നെയാണോ വേണ്ടതെന്ന് അറിയില്ലല്ലോടി. ആരുടെ അടുത്ത് കൊണ്ടുപോയി വയ്ക്കും? സ്വാമി, വേഗം വന്ന് വിളിച്ചോണ്ടുപോയി പണ്ടാരത്തിന്. നാളെയോ? താൻ പൊല്ലാപ്പുണ്ടാകല്ലേ. ഫോറന്റില് ലാസ്റ്റ് ബെഞ്ചിൽ ബ്ലൂ ജീൻസ്, കാവി കളർ ഷർട്ട്, കഴുത്തിൽ ചുവന്ന കയറ്, കൂടെ മാമനെ പോലൊരുത്തന്റെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അയാളെ ഫോണിൽ എന്തൊക്കെയോ കാണിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്താണെന്നറിയാൻ ട്രൈ ചെയ്ത് നോക്കി. ഫോട്ടോ പോലെ തോന്നി, പക്ഷെ ഒന്നും മനസ്സിലായില്ല. ഫോണ് ചൈന സെറ്റാന്ന് മനസ്സിലായി. ഇതെന്ത് ലുക്കാടോ? ഇനി ഇതിന്റെ ആവശ്യമൊന്നുമില്ല, നീ തന്നെ കാണിച്ചു കൊടുക്കും. സാൾട്ട് ആൻഡ് പെപ്പർ ഇതാ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി ആക്ഷൻ നോക്കിയാ മതി. ഞാനിവിടെ അടുത്തുള്ള കെട്ടിടത്തിലെ വാച്ച്മാനാ. ഇവിടെ എന്നും അടിയും ബഹളവാ. എല്ലാം കള്ള പന്നികളാ. പ്രശ്നമില്ലാത്ത ഒരു ദിവസം പോലും ഈ ബാറിലുണ്ടായിട്ടില്ല. അനിയ അനിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന പെണ്ണവർറാ. ഇവനെ നീ ഫോട്ടോ അയച്ചു കൊടുത്തില്ലേ? ആ പെണ്ണെവിടെയെന്ന്? അയ്യോ, എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. എല്ലാം നീ വിചാരിച്ച പോലും നടക്കില്ല. ഇനി ഒരിക്കലും നീ ഇത് ചെയ്യാനും പാടില്ല. ആരും ചെയ്യരുത്. അടുത്ത ഷൂട്ടിൽ നിന്റെ തലച്ചോറ് ചിതറും. അതിനു മുമ്പ് ആ പെണ്ണെവിടെയെന്ന് പറ. വെറുതെ വിട്ടേക്കാൻ ഞാൻ. സത്യം പറയടാ. നിങ്ങളെ മിനിഞ്ഞാന്ന് കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി. കണ്ണനെന്നൊരാൾ എനിക്ക് ഫോൺ ചെയ്തു. അവന്മാര് ഇന്നലെ വന്ന് ബ്ലഡ് ടെസ്റ്റ് എടുത്തോണ്ട് പോയി. 2 മിനിറ്റ് മുമ്പാ ഒരു വെള്ള BMW കാറില് ആ പെൺകുട്ടി അവർ കടത്തിക്കൊണ്ട് പോയത്. എന്തിനാടാ ബ്ലഡ് ടെസ്റ്റ് എടുത്തേ? ഹൃദയത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നു, അതോ ലിവറിന് വേണ്ടിയാണെന്ന് അറിയില്ല. അവര് ഓപ്പറേഷൻ ചെയ്ത് എടുക്കും. റിച്ചാർഡ്, നന്ദനംകോട്ട് കോളനി ഒരുത്തനെ ശരിക്കും അടിച്ചു, മറ്റൊരുത്തനെ വെടിവെച്ച് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അവന്മാർ ഡെഡ് ബോഡി ആവുന്നതിന് മുമ്പ് നിങ്ങളുടെ ആൾക്കാരോട് വന്ന് കൊണ്ടുപോകാൻ പറ. ഓക്കേ. സാർ കുടിച്ചിട്ടാണ് വണ്ടി ഓടിച്ചത്. ഡ്രിങ്ക് ആൻഡ് ഡ്രൈവിംഗ്. കൊച്ചുറങ്ങിയെന്ന്. നിങ്ങളിപ്പോ എവിടുന്നാ വരുന്നേ? നന്ദനത്തിൽ നിന്ന്. ഫാമിലി കൂടെയുണ്ടോ? വീട് എവിടെയാ? വീട് ഇവിടെ അടുത്ത് തന്നെയാ, ബസ് സ്റ്റാൻഡ് റോഡ്. സാർ, ഒരു വൈറ്റ് BMW 86 ഇതിൽ പോയില്ലേ? ഇതിലേ പോയി സാറേ, നേരെ. താങ്ക് യു.
ഇളങ്കോപൻ, ലേറ്റ് ആയി പോയത് ക്ഷമിക്കണം. വിമൻസ് കോളേജിൻ്റെ അവിടെ വരാൻ പറ്റുമോ? ആ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെ യൂ ടേൺ എടുത്താൽ മതി. റോങ് സൈഡിൽ വന്നാൽ മതി. വേഗം പാ പ്ലീസ്. ഇളങ്കോപൻ, ആ പെണ്ണിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവളെ ആരെ തട്ടിക്കൊണ്ടു പോയതാ. ഏതോ മരുന്ന് കൊടുത്ത് ഉറക്കിയതാന്ന് തോന്നുന്നു. കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം പ്ലീസ്. റിച്ചാർഡ്, നിങ്ങളുടെ ടീം 117 രാധാകൃഷ്ണൻ സ്ട്രീറ്റ് കടന്നു വരണം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. സത്യ. വിക്ടറിനെ അന്ന് വീണ്ടും കണ്ടു. വിശ്വസിക്കാനായില്ല. ഇതിൻ്റെ പിന്നിൽ അവൻ മാത്രമായിരുന്നില്ല, വേറെ ആരൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നേരെ പോയാൽ മതി. എന്തിനാ എഴുന്നേറ്റിരിക്കുന്നേ? കിടന്നുറങ്ങാൻ നോക്ക്. എന്തോ കൊടുത്ത? ബെൻസോഡൈസിപ്പിൻ കൊടുത്ത 1 മണിക്കൂറായി. ചെറുതാ കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ കൊടുക്ക്. അരമണിക്കൂർ കൂടി ഉറങ്ങട്ടെ. ഇൻട്രാബീനസ് പ്രൊപ്പഫോളിന് വേണ്ടി റെഡി ചെയ്യും. ഹാർട്ട് ട്രീറ്റ്മെന്റ്. വാമേ, അകത്തേക്ക് വാ. എന്തു പറ്റി? ഇന്നാണെന്നല്ലേ പറഞ്ഞേ? സാറിനോട് പറഞ്ഞു, എന്തായാലും നോക്കിയിട്ട് വരാൻ പറഞ്ഞതാ. അല്ല, അത് പെട്ടെന്നൊരു മാച്ച് കിട്ടി. ഇന്നലെ രാത്രിയിലാ ടെസ്റ്റ് ചെയ്ത് നോക്കിയേ. അദ്ദേഹത്തിനോട് വരാൻ പറ. ഇവളെ കണ്ടിട്ട് 15 വയസ്സുള്ള പെൺകുട്ടിയാണെന്ന് തോന്നുന്നല്ലോ. ഇത് ശരിയാകൂ? മറ്റേ പെണ്ണ് 3 ദിവസം കഴിയുമ്പോൾ വരുമല്ലോ. അവള് തന്നെ USA നിന്ന് വരുന്ന 28 വയസ്സുള്ള പെണ്ണ്. വെയിറ്റ് ചെയ്ത് നമുക്ക് പിടിക്കാം. ഒരാഴ്ച സമയമുണ്ടല്ലോ. അത് ഫ്ലൈറ്റ് കയറിയില്ലല്ലോ. അമേരിക്കയിൽ നിന്ന് വരണം, അവളെ പൊക്കണം, പണിയുണ്ടേ. അവള് വരുന്ന വഴിക്ക് ദുബായിൽ നിന്നെങ്കിലും പൊക്കാന്നാണല്ലോ വിക്ടർ പറഞ്ഞത്. അവിടെ വെച്ച് നടത്താന്നാ പറഞ്ഞ. സാറിന് ദുബായ് സ്വന്തം വീട്ടിലെ പൂന്തോട്ടം പോലെയല്ലേ. അതുകൊണ്ട് ഇപ്പൊ തിരക്ക് കൂട്ടേണ്ട കാര്യമില്ലെന്നാ എന്റെ അഭിപ്രായം. ആ പെണ്ണ് കൈ കിട്ടിയതാണെന്നേ, രക്ഷപ്പെട്ടു. കുഴപ്പമില്ലെന്നേ. വിക്ടർ അത് തന്നെയാ ഫീൽ ചെയ്യുന്നത്. ഡോക്ടർ സമ്മതിച്ചോ? അല്ല, ഡോക്ടർ എവിടെ? ഇല്ലെങ്കിൽ ഇങ്ങനെ എല്ലാരും അസംബ്ലി ചെയ്യൂ. വിക്ടർ എല്ലാവരോടും വരാൻ പറഞ്ഞ്. 3 ഫോറിൻ ഡോക്ടേഴ്സ്, ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ഒരാള്, അനസ്തീഷ്യ കൊടുക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവരൊക്കെ വരേണ്ട ആവശ്യമുണ്ട്. സാറിന് വേണ്ടെന്നാ പറഞ്ഞേ. നീ എന്ത് വേണേലും ചെയ്തോ. വേണമെങ്കിൽ എല്ലായിടത്തേക്ക്. എന്നും ചെയ്യുന്നതല്ലേ. ഈ പെണ്ണ് തന്നെ മതിയെന്നേ. കറക്റ്റ് മാച്ചിങ്. എന്ന് അങ്ങനെ ചെയ്യാല്ലേ? വരാൻ പറ, എല്ലാം തീർത്തേക്കാം. ഹലോ ഡോക്ടർ, റെഡി ആക്കിക്കോ. ഒരു ഹൃദയം പാഴ്സൽ.
എല്ലാം റെഡിയാണ് സാർ. And that's when all hell blow loose. ആരാ? ഡോക്ടർ. ആ പേര്? പേര് സത്യ. വിക്ടറിനറിയാം. ഐ ഡി? ഐഡിയ ഇല്ല, വീട്ടിൽ വെച്ച് മറന്നു. എനിക്കവരെ നന്നായി അറിയാം. ഹാർട്ട് സർജൻ, ഡോക്ടറാണ്. മുകളിലെല്ലാം റെഡിയാണെന്നും പേഷ്യൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണെന്നും വിക്ടർ പറഞ്ഞു. വിക്ടറിന് ഫോൺ ചെയ്ത് ചോദിക്കാം നിങ്ങൾക്ക്. ഒരുപക്ഷെ അവൻ ആ സമയത്ത് ഫോൺ ചെയ്തിരുന്നെങ്കിൽ. ഇവിടുന്ന് നേരെ എന്ന് മേലോട്ട് പോയാൽ മതി. ആരാത്? ഡോക്ടറാന്ന് പറഞ്ഞേ. ഡോക്ടർ അല്ലടാ, പോലീസാ. പോലീസോ? പക്ഷെ പ്രശ്നമായി. ആരുടെ നീ? തോക്ക് ഷൂട്ട് ചെയ്താ, ഷൂട്ട് ചെയ്തു. ഇവൻ പോലീസ് എന്നാ തോന്നേ. ഇത് ഞാൻ നോക്കിയോളാം. ഒരടിയെടുത്ത് വെച്ചാ ഇതിനാണോ നീ ഡോക്ടറായത്? എല്ലായിടത്തും മാറ്റ. ഇവിടെ ഞാൻ കൊണ്ടുപോകാൻ പോവാ. ആറ് ദിവസം എടുത്തു നിരഞ്ജനെ കണ്ടുപിടിക്കാനായിട്ട്. 6 ദിവസം. അവന്റെ സന്തോഷം ഞാൻ നോക്കി നിന്നു. ഗുഡ് റെസ്പോൺസ് ഓഫീസേഴ്സ്. താങ്ക് യു ഫോർ കമ്മിങ്. സത്യ പോലീസ് ഫോഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്തേ DC റിച്ചാർഡ് ആൻഡ് ടീം. പാരലായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ നടന്നു. ഞാൻ അതിനുവേണ്ടി അപ്പോളജൈസ് ചെയ്യണം എല്ലാവരോടും. ടു ഓൾ ഓഫ് യു ഫൈൻ ഓഫീസേഴ്സ്, ഇതൊരു ഇല്ലീഗൽ ലേത്തൽ ഓർഗൻ അറ്റാക്ക്. ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യുന്ന ആരാണെന്നതിൽ അറിയില്ല. ഇത് അവരുടെ ശരീരത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്നതല്ല. പകരം ഓർഗൻസിന് വേണ്ടി അവരെ കൊല്ലുകയാണ് ചെയ്യുക. വിക്ടിംസ് ആർ കിഡ്നാപ്ഡ് ആൻഡ് കിൽഡ്. കാരണം ഡെസ്പറേറ്റ് ആയിട്ട് ധാരാളം പേരിരിപ്പുണ്ട് ഓർഗൻസിന് വേണ്ടി വെയിറ്റിംഗ് ലിസ്റ്റിൽ. അവരെയാണ് ഈ ഗ്രൂപ്പ് ശരിക്കും ടാർഗറ്റ് ചെയ്യേണ്ടത്. ബ്രോക്കേഴ്സ് ഉണ്ട്, മീഡിയേറ്റേഴ്സ് ഉണ്ട്. ആദ്യം അവരാരാണെന്ന് കണ്ടുപിടിക്കണം.